ഹലോ വെൽക്കം ടു ഡേ 2 ഓഫ് മൈ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ്. അപ്പോൾ ഡേ 1 ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഡേ 2ൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹലോ വെൽക്കം ടു ഡേ 2 ഓഫ് മൈ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ്. അപ്പോൾ ഇന്നലെ ഡേ 1 ഞാൻ സക്സസ്ഫുള്ളി ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഈ ഫാസ്റ്റിംഗ് നമുക്ക് കുറേ ടൈപ്പിൽ ചെയ്യാം. രാവിലെ ഫുഡ് കഴിക്കാണ്ടിരിക്കാം, അല്ലെങ്കിൽ രാത്രി ടൈമിൽ ഫുഡ് കഴിക്കാണ്ടിരിക്കാം. അതാകുമ്പോൾ രാത്രി ഒരു 7 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഒരു 16 മണിക്കൂർ ഗ്യാപ്പ് വിട്ടിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. 8 മണിക്കൂർ ഭക്ഷണം കഴിക്കണം, 16 മണിക്കൂർ റെസ്റ്റ് എടുക്കണം, അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ മോർണിംഗ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലെ ഒരു 8 മണിക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഞാനൊരു 6 മണിക്കാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. 16 മണിക്കൂർ കംപ്ലീറ്റ് ആയില്ല, എന്നാലും ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അത്ര കുറച്ച് നേരം ഭക്ഷണം 6 മണിക്ക് ഭക്ഷണം കഴിച്ച ശേഷം പിന്നെ വർക്കൗട്ടൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ രാത്രി ഒരു മാംഗോ കഴിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇന്നലെ ഫസ്റ്റ് ഡേ സക്സസ്ഫുള്ളി ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്ക് കുറച്ചിങ്ങനെ ഗ്യാസിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ഇഷ്യൂ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാനത് അത്ര ഒന്നും മൈൻഡ് ചെയ്തില്ല. ഇന്ന് ഞാൻ വീണ്ടും ചെയ്തു. ഇന്ന് എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ രാവിലെ ഒരു 8 മണിക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഒരു മണിക്ക് കഴിച്ചു, പിന്നെ 5 മണിക്ക് കഴിച്ചതിന് ശേഷം പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഇനി നാളെയാണ് കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ തരത്തിൽ ചെയ്യാം. ഇത് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് പറയുമ്പോൾ നമുക്ക് യൂട്യൂബിൽ കുറേ വീഡിയോസ് കിട്ടും. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം ഭക്ഷണം കഴിക്കുക, ഒരു ദിവസം ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, പിന്നെ ഒരു ദിവസം അങ്ങനെ ഇടവിട്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, അങ്ങനെ ചെയ്യാനതും നല്ലതാണ്. പറ്റണവർക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ അതിനനുസരിച്ച് നല്ല വെള്ളമൊക്കെ കുടിക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്ന് എൻ്റെ സെക്കൻഡ് ഡേയും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊന്നും മാറ്റി വെച്ചിട്ടില്ല. നമ്മൾ എന്തൊക്കെ ഫുഡാണോ വീട്ടിൽ കഴിക്കുന്നത് അത് തന്നെ കഴിക്കണം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഫ്രൂട്ട്സും നട്ട്സ് അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്ന സമയത്ത് നല്ല വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ജ്യൂസസ് വാങ്ങിച്ചാൽ അങ്ങനെയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഞാനിപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ. ഇനി കുറച്ച് ദിവസം കൂടി ട്രൈ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഈ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ നന്നായിട്ട് വർക്കൗട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നപ്പോൾ എനിക്ക് അത്ര ടൈം കിട്ടിയില്ല, ഒരു പ്രാവശ്യം മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി വരും ദിവസങ്ങളിൽ ഞാൻ 2 നേരം ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും അരമണിക്കൂർ ചെയ്യുക. അപ്പോൾ ഇന്നലെയും ഇന്നൊക്കെ ഞാൻ ചെയ്തത് വാക്കിംഗ് വർക്കൗട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് യൂട്യൂബിൽ നോക്കി കണ്ടിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇന്നലെ ഡേ 1ൻ്റെ വീഡിയോ എൻ്റെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ അതിൽ ഞാൻ എൻ്റെ വയറിൻ്റെ മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതേമാതിരി എൻ്റെ വെയിറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ടുള്ള റിസൾട്ട് കാണിച്ചു തരും. എത്ര ദിവസം ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തായാലും 1 വീക്ക് ചെയ്തിട്ട് ഒരു അപ്ഡേഷൻ തരാം. എന്തായാലും ഞാനിത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് വിചാരിക്കുന്നത്. തടിയൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തായാലും ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ മാത്രം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ പ്രഗ്നൻറ്റ് ലേഡീസ്, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരൊന്നും ചെയ്യാൻ ശ്രമിക്കരുത്. ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഞാൻ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നതാണ്, പിന്നെ കുറച്ചായിട്ട് ഒരു ബാക്ക് പെയിനായിട്ട് നിർത്തിയതായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു ഫാസ്റ്റിംഗ് കൂടി ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഡേ 2 ആണ്. അപ്പോൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ എന്തൊക്കെ കഴിച്ചു എന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ വേറെ ഞാൻ ഇതിനായിട്ട് ഒന്നും മാറ്റി വെച്ചിട്ടില്ല. ഞാൻ വീട്ടിൽ എന്ത് കഴിക്കണോ അത് തന്നെയാണ് കഴിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ഒരു കട്ടനാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചായപ്പൊടിയാണ് ഇട്ടുണ്ടായിരുന്നത്. അതിലിത്തിരി നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 8 മണിയായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഉപ്പുമാവായിരുന്നു. അപ്പോൾ ഉപ്പുമാവും ഒരു മുട്ട കൊത്തിപ്പൊടിച്ചതും ഡേറ്റ്സും ബദാമൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഫുഡ് കഴിച്ചു. ചോറ്, അവിയലായിരുന്നു, പിന്നെ ഒരു മീനുണ്ടായിരുന്നു കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം കേട്ടോ. പിന്നെ വൈകുന്നേരം ഞാൻ കഴിച്ചത് അവലും പിന്നെ അതിലിത്തിരി ശർക്കരയും പൊട്ടുകടലൊക്കെ ഇട്ടിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഭക്ഷണമൊന്നും കഴിച്ചില്ല. പിന്നെ രാത്രി ഇന്ന് 10 മണിക്കാണ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ചൊക്കെ എക്സസൈസ് ചെയ്തതിന് ശേഷം കിടന്നുറങ്ങി. ഇനി ഫുഡ് നാളെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഡേ 1ൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നന്നായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയി. ഇനിയുള്ള ദിവസത്തിൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.